പ്രിയരെ നമസ്കാരം. അറിയപ്പെടുന്ന ഒരു പ്രസാധക എഴുത്തുകാരി, മക്ബത്ത് പബ്ലിക്കേഷൻ്റെ പ്രസാധക എന്നുകൂടെ പറയാം. രാഷ്ട്രീയ നിലപാടുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഷഹനാസ് എം.എ. കോഴിക്കോടുകാരിയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വനിതാ രത്നം കൂടിയാണ് ഷഹനാസ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഷഹനാസ്. നമസ്കാരം. ഷഹനാസ് ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു പ്രസാധകയാണെന്ന്. എനിക്ക് തോന്നുന്നു ആദ്യം ഒലീവിലാണ് വർക്ക് ചെയ്തിരുന്നത് അല്ലേ, ഒലീവ് പബ്ലിക്കേഷൻ. പിന്നീട് സ്വന്തമായിട്ട് ഒരു പ്രസാധക പബ്ലിക്കേഷൻ രൂപീകരിക്കാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ ശരിക്കും പഠിച്ചതൊക്കെ M.Com B.Ed ആണ്. ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യേണ്ട ഒരാളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് MMH സ്കൂളിൽ അക്കൗണ്ടൻസി ബിസിനസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു സമയത്താണ് ഈ പ്രസാധന മേഖലയിലേക്ക്, എഴുത്തും വായനയും ഇഷ്ടമുള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിലും അങ്ങനെ മാഗസീനുകളിലേക്കൊക്കെ എഴുതുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് കോഴിക്കോട് ഒരു പുതിയൊരു പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു ചുമതല വഹിക്കുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് വിളിക്കുന്നത്. ഒരു വർഷം ഞാൻ ആ പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്ററായിട്ട് ജോലി ചെയ്തു. അപ്പം അധ്യാപന ജോലി തൽക്കാലം ഏറെ ഇഷ്ടമുള്ള ജോലി തന്നെയായിരുന്നു. പക്ഷെ ഒന്നും ഈ ഒരു എഴുത്തിനോടുള്ള വല്ലാത്തൊരു ഭ്രാന്തുണ്ട്. ആ ഒരു ഇഷ്ടം കൊണ്ട് പബ്ലിക്കേഷൻസിലേക്ക് ജോലി ചെയ്തു. പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും അധികം ഈ ഇല്ലാത്തൊരു മേഖലയായിരുന്നു. അപ്പം അവിടെ ജോലി ചെയ്തു. അവിടെ ഒരു 1 year ജോലി ചെയ്ത സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ M.K. മുനീർ അദ്ദേഹത്തിൻ്റെ ഒലിവ് പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യാൻ പറയുന്നത്. അതൊരു 20 വർഷത്തോളം പഴക്കമുള്ള സ്ഥാപനമാണ്. അപ്പം ഞാൻ ഈ മേഖലയിൽ പുതിയൊരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്ററായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ടെൻഷനൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ ഡോക്ടർ M.K. മുനീറിനോട് നോ ആണ് പറഞ്ഞത്, എനിക്ക് ടെൻഷനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകുന്ന ഒരു പ്രോത്സാഹനമുണ്ട്. നിനക്ക് പറ്റും, നീ ചെയ്യാൻ നിനക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നൽകിയ ഒരു ധൈര്യത്തിലാണ് ഞാൻ അന്ന് ഒലിവ് പബ്ലിക്കേഷൻസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പബ്ലിക്കേഷൻസിൽ അങ്ങനെ സ്ത്രീകൾ എഡിറ്റേഴ്സായിട്ട് ഉണ്ടായിട്ടില്ല. സ്ത്രീകളൊക്കെ പ്രസാധന മേഖലയിൽ ഉണ്ടെങ്കിൽ ഈ പുരുഷന്മാരുടെ കേന്ദ്രീകൃതമായ ഒരു മേഖല കൂടി ആയിരുന്നു. 2018 ആ ഒരു വർഷത്തിലാണ്. അവിടെ ഒരു 4 വർഷം ഞാൻ ജോലി ചെയ്തു. 4 വർഷം അവിടുത്തെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് ജോലി ചെയ്തു. ഒരുപാട് പഠനങ്ങൾ എനിക്കുണ്ടായ ഒരു സ്ഥലമാണ് ഒലിവ് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെയാണ് പുസ്തകം കാലിഡോസ്കോപ്പി. അതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം 2000 അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആണ് ഞാൻ നോവൽ എഴുതിയത്. അത് കണ്ടിട്ടാണ് മുനീർ സാറിന് എന്നെ പരിചയം. പിന്നെ കോഴിക്കോട് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് വേണ്ടി കോഴിക്കോട് കളക്ടർ ജോസ് സാറിൻ്റെ കൂടെ പ്രശാന്ത് സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ആണ് നമ്മുടെ കോഴിക്കോടിൻ്റെ MLA ആയിരുന്നല്ലോ മുനീർ സാറ്. അങ്ങനെയാണ് സാറിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നത്. എൻ്റെ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സാറ് ഈ മേഖലയിലേക്ക് എന്നെ ക്ഷണിച്ചതും. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ പബ്ലിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്തതുകൊണ്ടാണ് ഞാൻ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. ഒരുപാട് ആളുകളുടെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലൂടെ അക്ഷരങ്ങൾ പുസ്തകങ്ങളായി മാറുമ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാനൊരു നോവൽ എഴുതുകയും ആ നോവൽ എനിക്ക് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ M. മുകുന്ദൻ സാറാണ് പ്രകാശനം ചെയ്തു തരുന്നത്. തീർച്ചയായിട്ടും അത് വളരെ എനിക്ക് തോന്നുന്നു സ്ത്രീപക്ഷ നോവലാണ്. ഒരു സ്ത്രീപക്ഷ രചനയായിരുന്നു അത്. എൻ്റെ ലൈഫും ബാക്കിയുള്ള സ്ത്രീകളുടെ, ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ ലൈഫും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു അത്. ആ പുസ്തകവും ഇതുപോലെ തന്നെ ആദ്യം M. മുകുന്ദൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ എനിക്ക് പ്രകാശനം ചെയ്യാൻ കിട്ടുമോ എന്നൊന്നും അറിയില്ലായിരുന്നു. ആദ്യം ആ മാറ്റർ കൊണ്ടു കൊടുക്കുന്നു. സാറിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്കൊരു പ്രകാശനത്തിനൊരു ഡേറ്റ് തരാൻ പറയുന്നു. സാർ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പിന്നെ എന്നോട് ഒരു ഡേറ്റ് തരികയും പുസ്തകം പ്രകാശനം ചെയ്യാം എന്ന് പറയുകയും. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ആ നോവൽ ആയിരിക്കാം എൻ്റെ ലൈഫിൽ ഞാൻ ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം തോന്നുന്നു. ഒരു പാഷനായിക്കൊണ്ട്, പാഷൻ മാത്രമല്ല, ആ നോവൽ ഒരുപാട് ആളുകൾ വായിക്കുകയും നല്ല പ്രോത്സാഹനം തരികയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോടുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏത് മേഖലയിലുള്ള ആളുകളാണെങ്കിലും, കലാകാരന്മാരാണെങ്കിലും പാട്ടുകാരാണെങ്കിലും ഒക്കെ ഇവർ പ്രോത്സാഹിപ്പിക്കാൻ നല്ല ഒരുപാട് എഴുത്തുകാരുണ്ട് നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിലും കോഴിക്കോട് വന്ന് താമസിക്കുന്ന ആളുകൾ. എനിക്ക് കോഴിക്കോട് നിന്ന് നല്ല രീതിയിൽ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. എൻ്റെ നോവലിന് നല്ല വായനക്കാരുണ്ടായിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ ആത്മകഥാപരം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ വന്നോ? പൂർണ്ണമായിട്ട് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു സ്ത്രീ ജീവിതവും എന്നെ കണക്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ ജീവിതവും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു സ്ത്രീ കഥ
കേന്ദ്ര കഥാപാത്രത്തെ കൊണ്ട് ഒരു മനോഹരമായ എൻഡിങ്ങിൽ അവസാനിപ്പിച്ച ഒരു നോവലാണത്. പലപ്പോഴും നമ്മൾ നോവലുകളൊക്കെ ഒരു ചില സമയത്ത് ഒരു എന്താ പറയുക സങ്കടകരമായ അവസാനിപ്പിക്കലൊക്കെ ഉണ്ടാവാതെ ഒരു സ്ത്രീക്ക് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതിയ ഒരു നോവലായിരുന്നു അത്. ശരിക്കും പറഞ്ഞ ഷഹനാസും തന്നെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് സോഷ്യൽ മീഡിയ മറ്റെല്ലാ മേഖലകളിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പ്രസാധക രംഗത്ത് വെല്ലുവിളികളൊക്കെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഏത് മേഖലയിലാണോ സ്ത്രീകൾ നിൽക്കുന്നത് ആ മേഖലയിൽ നിന്നൊക്കെ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, സാമൂഹികമായ ഓരോ ആക്ടിവിറ്റീസിലും പ്രവർത്തിക്കാറുണ്ട്, എഴുത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രസാധന മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതൊരു ബിസിനസ് കൂടിയാണ് സത്യം പറഞ്ഞാൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ മേഖലയിൽ നിന്ന് നല്ല വെല്ലുവിളികളുണ്ട്, നല്ല പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖല സ്ത്രീകൾക്ക് അങ്ങനെ പരിചിതമായ പുരുഷ കേന്ദ്രീകൃത നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക മെൻ സെന്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ ഞാൻ പബ്ലിക്കേഷൻ മേഖലയിൽ സ്വന്തമായി തുടങ്ങിയിട്ട് ഇപ്പൊ ജൂണിലേക്ക് 4 വർഷമാണ് ആവുന്നത്. ഞാനായിരിക്കും ചിലപ്പോൾ എല്ലാ മേളകളിലും സ്ത്രീകളെ സ്റ്റാഫായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യക്തി. ഇപ്പോൾ പക്ഷേ എല്ലാ പബ്ലിക്കേഷൻസും സ്ത്രീകളെ സ്റ്റാഫായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ സ്റ്റാഫ് എല്ലാവരും സ്ത്രീകളാണ്. ഇപ്പോഴും ഷോറൂമിലും മേളകൾക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളെ ഞാനിതിലേക്ക് കുറച്ച് പേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മക്ബത്ത് എത്ര പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്? ഒരു 150ഓളം പുസ്തകങ്ങളാണ് ഇപ്പം നമ്മൾ ചെയ്തത്. 4 വർഷം കൊണ്ട് 150. അതിൽ ബെന്യാമിൻ്റെ പുസ്തകമുണ്ട്, സുഭാഷ് ചന്ദ്രൻ്റെ പുസ്തകമുണ്ട്, കാരശ്ശേരി മാഷിൻ്റെതുണ്ട്, വീരാൻകുട്ടി മാഷ്, ഇന്ദു മേനോൻ, പിന്നെ അങ്ങനെ തുടങ്ങി കെ.വി. മോഹൻകുമാർ സാറ്, മധുബാൽ, ബെന്യാമിനൊക്കെ പോലെ അല്ലെങ്കിൽ മധുബാൽ സാറൊക്കെ പോലെയുള്ള വളരെ പ്രശസ്തരായവരുടെ പുസ്തകം ഇറക്കാൻ കഴിഞ്ഞു എന്നതിൽ തീർച്ചയായിട്ടും അത് അവർ തന്നൊരു പ്രോത്സാഹനമാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഈ മേഖലയിൽ നമ്മൾ പറയാറുണ്ട് സ്ത്രീകളില്ല, അങ്ങനെയുള്ള കരച്ചിലുകൾ നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. പക്ഷേ ഈ എഴുത്തുകാരൊക്കെ പുരുഷന്മാരാണ്. ബെന്യാമിൻ, ഡോക്ടർ ബി ഇക്ബാൽ, ഇവരൊക്കെ എനിക്ക് തുടക്കത്തിൽ പുസ്തകം തന്ന ആളുകളാണ്. അതായത് ഞാനിങ്ങനെ ഒരു പബ്ലിക്കേഷൻ തുടങ്ങുന്നുണ്ട്, കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രോത്സാഹനമായിട്ട് ഞങ്ങളുടെ ഒരു പുസ്തകം തരാമെന്ന് പറഞ്ഞ് പുസ്തകം തന്ന് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകളും ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. ഷഹനാസിന് ഈ ഒരു മേഖലയുമായി മുന്നോട്ട് പോകുമ്പോൾ എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടോ? എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമം എൻ്റെത് വളരെ കുറഞ്ഞു പോയതായിട്ടാണ്. മെനോപോസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പല ആളുകളുടെ എഴുത്തുകളുമായിട്ട് എൻഗേജ്ഡ് ആണ്. ഒരു ഗ്രൂപ്പ് തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ഒരു പുസ്തകം ഇങ്ങനെ വായിക്കുമല്ലോ. അപ്പോൾ നമുക്കൊരു നമ്മൾ വലിയ പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പണികളൊന്നുമില്ല, പക്ഷേ നമ്മൾ മെൻ്റലി എൻഗേജ്ഡ് ആണ് എപ്പോഴും. അപ്പം അതുകൊണ്ട് എൻ്റെ സൃഷ്ടികൾക്കുള്ള ഒരു നേരം വൈകലുണ്ട്. എങ്കിലും പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തൻ്റേതായിട്ടുള്ള, അതായത് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരാളാണ് ഷഹനാസ്. അത് മറ്റുള്ളവർക്കും കൂടെ ഒരു മാതൃകയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരണങ്ങൾ? സത്യത്തിൽ നമുക്ക് ഇപ്പോൾ ബെന്യാമിൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ അതിലൊരു കോട്ട്സ് ഉണ്ട്, നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് കെട്ടുകഥകളാണ് എന്ന്. അതെ അതെ അതെ. ഞാനൊരു പ്രശ്നത്തിലകത്ത് പെട്ടുപോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മൾ മനുഷ്യരൊരു പ്രശ്നത്തിൽ പെട്ടാൽ ഈ സമൂഹം എങ്ങനെ അവരുടെ കൂടെ നിൽക്കുന്നു, ആരൊക്കെ കൂടെ നിൽക്കുന്നു ഒക്കെ മനസ്സിലായത്. അപ്പം മാത്രമാണ് എനിക്ക് ഒരു പ്രശ്നത്തിൽ പെടുന്ന ഒരാളുടെ നേരെ കണ്ണു തുറക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാവരുടെ പ്രശ്നത്തിലും ഇടപെടും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. സ്ത്രീകൾ ഒരു പ്രശ്നം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ മറ്റൊന്ന് കേൾക്കില്ല, ഞാൻ പ്രതികരിക്കാറുണ്ട്, അതിൻ്റെ കൂടെ പോകാറുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും പ്രശ്നമുണ്ടായി. ആ സ്ത്രീക്കൊപ്പം നിന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം ഇത് ചെയ്ത വ്യക്തി എന്നെ നേരിട്ട് കാണാൻ എൻ്റെ സ്റ്റോളിൽ വന്നു. ഷഹനാസ് എങ്ങനെയാണ് എന്നെക്കുറിച്ച് അറിയാതെ ആ പോസ്റ്റിനെ സമീപിക്കുക, അങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയിടുക എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഒരു എഴുത്തുകാരൻ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മകനോ നിങ്ങളുടെ ഉപ്പയോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഗം കേൾക്കില്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം എനിക്ക് പറയാൻ തോന്നിയത്, ഒരിക്കലും ഞാൻ ആദ്യം എൻ്റെ ഭർത്താവിനെയോ എൻ്റെ മകനെയോ എൻ്റെ ഫാദറിനെയോ കേൾക്കാൻ തയ്യാറല്ല. ഞാൻ ആദ്യം ആ സ്ത്രീയെ കേൾക്കാനാണ് തയ്യാറാവുന്നത്. അവരെന്താണോ പറയുന്നത്, അവരുടെ വിഷമം എന്താണോ അത് ഉൾക്കൊള്ളാനാണ് ഞാൻ ആദ്യം ശ്രമിക്കുക.
ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യക്തി, ഞാൻ ആ പോസ്റ്റ് ഇട്ട ഉടനെ എന്നെ ബ്ലോക്ക് ചെയ്ത ആളാണ്. നിങ്ങൾക്ക് എന്തവിടെ പറയാനുണ്ടോ നിങ്ങൾക്ക് അവിടെ താഴെ പറയാം. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പ്രതികരിക്കാനൊക്കെ ഉള്ള. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീയുടെ പ്രശ്നവുമായി വന്നാൽ ചിലപ്പം നമ്മളെ വല്ലാതെ മോശപ്പെടുത്തി കളയും. ആ സ്ത്രീ മോശമാണ് എന്ന രീതിയിൽ പറയുന്ന ഒരു സൊസൈറ്റിയാണ് ഇന്നും നിലനിൽക്കുന്നത്. എത്രത്തോളം അപ്പം അതിനൊപ്പം നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പുരുഷൻ എന്ത് ചെയ്താലും പണ്ട് തൊട്ടേ പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെ, എന്താ പറയുക, വെള്ളം കണ്ടാൽ കഴുകും ചളിയിൽ ചവിട്ടും എന്ന് പറയുന്നത് പോലെ അതൊന്നും ആർക്കും പ്രശ്നമല്ല. അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെ, ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്കൊരു മകളാണ്, അവള് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മകളാണ്. അപ്പോൾ അവള് വളർന്നു വരുമ്പോൾ അവൾക്ക് എവിടുന്നെങ്കിലും ഒരു മോശമായ അനുഭവം ഉണ്ടായാൽ ആ കുട്ടിക്ക് പറയാൻ സാധിക്കണം. അപ്പം ഈ സൊസൈറ്റിയിൽ അങ്ങനെയുള്ള സ്ത്രീകൾ പറയുകയും അവർക്ക് നീതി കിട്ടുകയെങ്കിലും ചെയ്യണം. അപ്പം നമ്മൾ അതിനൊപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ജെന്യൂനിറ്റിയും കൂടെ നോക്കാറുണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. ഒരാളോട് നമുക്ക് അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിച്ചാൽ ഉറപ്പായിട്ടും ഒരു പ്രശ്നം പറയുന്ന ഒരാൾ അത് ആ കണ്ണിലുണ്ടാവും. അവരുടെ സത്യസന്ധത അതിലുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു അന്വേഷണം നടത്തുകയും കൂടി ചെയ്യും. എന്താണ് ഈ സംഭവം, എങ്ങനെയാണെന്ന് നടത്തുകയും ചെയ്യും. കൃത്യമായ തെളിവുകൾ എന്തായാലും ഇപ്പം പല സ്ത്രീകളും നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട്. അപ്പം അതിനെതിരെ എന്താ പറയുക, നമ്മൾ അതിനൊപ്പം നിൽക്കുക എന്നല്ല. ആണായാലും പെണ്ണായാലും നീതി നിഷേധിക്കുന്നിടത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനെ ഒരു കൃത്യമായ ഒരു അന്വേഷണം നടത്താറുണ്ട്. കൃത്യമായ ഒരു എവിഡൻസ് കിട്ടിയിട്ട് തന്നെയാണ് പ്രതികരിക്കുക. ആദ്യം ഒന്ന് നോക്കിയിട്ട് തന്നെയാണ് പ്രതികരിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ കണ്ണിൽ ഒരു ഫെമിനിസ്റ്റ് എന്ന രൂപത്തിൽ ഷഹനാസിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, സമീപിച്ചിട്ടുണ്ടോ? എന്താണ് ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അതിൽ MA ഷഹനാസ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളാണ് എനിക്ക് തരുന്ന പേരുകൾ. ഒന്ന് ചിലപ്പോൾ എഴുത്തുകാരി എന്ന് തരും, പ്രസാധക അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് എന്ന് തരും. ചിലപ്പോൾ നിങ്ങൾ ആക്ടിവിസ്റ്റ് എന്ന് എന്നെ വിളിച്ചത് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ അതിൽ മേലെ വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് നാളെ മറ്റൊരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും എന്നുള്ളത് ഞാൻ എപ്പോഴും മനസ്സിൽ കാണാറുണ്ട്. കാരണം പലപ്പോഴും ഇതിങ്ങനെ മൂടി വെക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. എത്ര പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു രക്ഷയില്ലാത്ത അവസ്ഥ. അല്ല, പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അമ്മയെ തല്ലിയാൽ രണ്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ ഇടപെടുന്ന ആളുകളാണ്, എഴുത്തുകാരുമായിട്ടൊക്കെ ഇടപെടുന്ന ആളുകളാണ്. നമ്മൾ അവരെ പുസ്തക പ്രകാശന ചടങ്ങുകൾക്ക് വിളിച്ചിട്ടുണ്ടാവും, പല പരിപാടികൾക്ക് നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ടാവും എന്ന് കരുതി അത് നമ്മൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നിടത്ത് വേറെ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാനോ ചെയ്യാനോ അല്ല. ഒരു പുസ്തകം നമ്മൾ ഒരു എഴുത്തുകാരനത് പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നമ്മൾ റോയൽറ്റി ആയിട്ടാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഒരു സ്ത്രീയെ മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു സൊസൈറ്റിക്ക് മുന്നിൽ നമ്മൾ പ്രതികരിക്കേണ്ടി വരും. ഇപ്പോഴും ഇങ്ങനത്തെ ഒരവസ്ഥ നിലനിൽക്കുന്നു എന്നത് വലിയൊരു കഷ്ടം തന്നെയാണ്. കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലോകത്ത് നടന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഒരു 20 വർഷത്തിൽ നിന്നിങ്ങോട്ട് വലിയൊരു മാറ്റമാണ് സംഭവിച്ചിട്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ളൊരു മനോഭാവത്തിലൊരു മാറ്റവുമില്ല എന്നുള്ളത് അതാണ്. അതിപ്പോൾ പറയാൻ കാരണം ഷഹനാസ് തന്നെ ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനെ അദ്ദേഹത്തിൻ്റെ മോശം സ്വഭാവം കൊണ്ടുണ്ടായ ഒരു പ്രശ്നം തുറന്ന് പറയുകയും ഒരു മീറ്റു പോലെ തന്നെ തുറന്ന് പറയുകയുണ്ടായി. അത് പറഞ്ഞതിന് ശേഷം ഷഹനാസിന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടത്? സത്യത്തിൽ അങ്ങനെ ഒരു വിഷയം ഞാൻ പറയുന്നത്, എല്ലാവരും പറയും ധൈര്യപൂർവ്വം ഷഹനാസ് അതിനെതിരെ പ്രതികരിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മുന്നിൽ പോലും എനിക്കൊരു കുറ്റബോധമുണ്ട്. കാരണം കുറേ കാലം ഞാൻ ഇതിങ്ങനെ സഹിച്ച് നിന്നിരുന്നു. ഞാനൊരു പുതിയ പ്രസാധക, തുടക്കക്കാരി, പുതിയൊരു എഴുത്തുകാരി. ഇദ്ദേഹം എന്ന് പറയുന്നത് ഈ മേഖലയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി, രാഷ്ട്രീയപരമായിട്ട് സാഹിത്യപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തി. ഇദ്ദേഹത്തിനെതിരെ ഞാൻ പ്രതികരിച്ചാൽ ഒരു പക്ഷേ എന്താകും ഈ സൊസൈറ്റി എന്നെ പറയാ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. എന്നെ നിരന്തരം ഇദ്ദേഹം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്, ഞാൻ പറയാതിരുന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഞാനിങ്ങനെ വിചാരിച്ചു, ഏത് സമയത്താണ് നമ്മൾ ഒരു ദിവസമെങ്കിലും മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ജീവിച്ചു തീർത്തതിൽ ഒരർത്ഥവും ഇല്ല.
നമ്മളെ ഒരാളിങ്ങനെ നിരന്തരം പൊട്ടും പൊട്ടും എന്ന് പറയുന്ന ഒരു ബോംബ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ അതങ്ങ് പൊട്ടട്ടെ. അപ്പം എന്തിനാണ് ഞാനിങ്ങനെ ഒരു ആളുടെ ബുദ്ധിമുട്ട് സഹിക്കുന്നത് എന്നാലോചിച്ചിട്ടാണ് ഞാൻ പ്രതികരിച്ചത്. അത് വലിയ ധൈര്യമുള്ള കാര്യമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗതികേടാണ്, ഒരു പെണ്ണിന്റെ ഗതികേടാണ്. ഇത് ഇങ്ങനെ സഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും തീർച്ചയായിട്ടും. കാരണം പറയാൻ പേടിയാണ്, പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ സൊസൈറ്റി എടുക്കുമെന്നുള്ളത് പേടിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞ എഴുത്തുകാരൻ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള എഴുത്തുകാരനാണ്. ഞാനും ഈ കോഴിക്കോട് ജില്ലയിൽ ജനിച്ച് വളർന്ന് പഠിച്ച ഒരാളാണ്. കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലവും എൻ്റെ ജീവിത പശ്ചാത്തലവും ഒക്കെ ഈ നാട്ടുകാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഈ സാഹിത്യ മേഖലയിലുള്ള ആളുകൾക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മുടെ കൂടെ ആരും നിന്നില്ല എന്ന് പറയും. നിന്നില്ല. പക്ഷേ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ കൂടെ നിന്നു, ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. അതാണ് വ്യത്യാസം. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന്റെ എഴുത്തിനോടുള്ള ഇഷ്ടം, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദ വലയത്തിൽ ഒരു നീണ്ട സുഹൃത്തുക്കളുണ്ട്. അപ്പം എന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ സുഹൃത്തിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു ധാർമ്മികതയായിരിക്കാം. എനിക്ക് തോന്നുന്നത് സ്ത്രീ എഴുത്തുകാരികളായിട്ട് ഇങ്ങനെ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനമായ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ ഈ എഴുതാൻ തയ്യാറാവുന്ന, എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ച് പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത് തരാം, കഥകൾ മാഗസിനിൽ വരുത്താം, പബ്ലിക്കേഷൻ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എങ്ങനെ, അതിനുള്ള ഈസി വേകൾ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളെ തന്നെ എത്രയോ അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദേഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാത്രമല്ല, ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ കൂടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് പോകുന്നതിലും ഇടപെടുന്നതിലും. ഒരു വലിയ എഴുത്തുകാരൻ വിളിച്ച് നിങ്ങളുടെ സൃഷ്ടിയിൽ അവതാരിക എഴുതാൻ കൊടുത്തിട്ട് നിങ്ങളുടെ സൃഷ്ടിയിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം, നിങ്ങൾ വീട്ടിൽ വരൂ എന്ന് പറയുമ്പോൾ അവരെന്നെ വിളിച്ചു, ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന പുസ്തകമാണ്, അവരെന്നെ വിളിച്ച് പറയുന്നു വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവരുത്, ഒറ്റയ്ക്ക് പോവരുത്, നിങ്ങൾ ഒറ്റയ്ക്ക് പോവരുത് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ ദേഷ്യങ്ങൾ അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്നു. അത് അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് നമ്മളോടുണ്ടാവുന്ന, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ സിനിമാ മേഖലയെ കുറിച്ച് പറയാറുണ്ട്, സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ സാഹിത്യ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇത്രയും കാലം പറയാൻ പേടിയാണ് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾ എഴുതുമ്പോഴേ ആരും പ്രോത്സാഹിപ്പിക്കില്ല. പലപ്പോഴും നമ്മൾ കേൾക്കുക, നിങ്ങൾ മാധവിക്കുട്ടിയാവാൻ പഠിക്കുകയാണോ വീട്ടിൽ നിന്ന് പോലും ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ, നമ്മുടെ മക്കളാണോ നമ്മുടെ സഹോദരിമാരൊക്കെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇത് പുറത്തു പറയാൻ പേടിയാണ്. നീ എന്തിനാ പണിക്ക് പോയി, നിനക്ക് എഴുതാതെ വീട്ടിലിരുന്നാ പോരെ. ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വലിയ ആഗ്രഹമായിരിക്കും, എഴുത്ത് എന്ന് പറയുന്ന ഒരു ഭ്രാന്തമായ ഫീലാണ്. അപ്പൊ അത് എഴുതണം എന്നുള്ള ആളുകൾ അതിന്റെ വഴിയെ പോവും. പക്ഷെ പെട്ടുപോയാൽ പ്രതികരിക്കാൻ ഈ മേഖലയിൽ പറ്റില്ല എന്നുകൊണ്ട് എത്ര പേർ മിണ്ടാതിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്ക് അപ്പോഴും പറയാൻ പേടിയാണ്, പുറത്ത് പറയാൻ പേടിയാണ്. അപ്പോഴും ഞാൻ വിചാരിക്കും, ഞാനൊരു ബലിയാടായിട്ടാണെങ്കിലും ആളുകൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെയൊക്കെ ഈ വീട്ടിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു പുതിയ എഴുതാൻ തുടങ്ങുന്ന ഒരു കുട്ടിയെ വിളിക്കുമ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് ആരും വിചാരിക്കില്ല. ഒന്നാമത് അദ്ദേഹം വീട്ടില് ഭാര്യയൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പം അതിൽ നല്ല സന്തോഷമാണ് നമുക്കൊക്കെ അനുഭവപ്പെടുക. അപ്പം ഈ കുട്ടികൾ അവിടെ ഒരു പ്രാവശ്യം പോയാൽ പെട്ടുപോകും. കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നല്ല പ്രണയ കഥകളൊക്കെ എഴുതുന്ന എഴുത്തുകാരാണ്. അതിൽ ആകൃഷ്ടരാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെ അറിയാതെ പോകുന്നവർ, അങ്ങനെ അറിഞ്ഞിട്ട് പോകുന്നവർ പോവട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അറിയാതെ ഒരാളെ എഡിറ്റ് ചെയ്ത് തരാം, അത് അവതാരിക എഴുതി തരാം, കഥ പ്രസിദ്ധീകരിക്കാം എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത് തെറ്റാണ്. അപ്പോൾ എന്നെ പോലെയുള്ള ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചാൽ ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാവാൻ സഹായിക്കുമെന്ന് പറയുന്ന പോലെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം വേറൊരു കാര്യം എന്താണെന്ന് അറിയുമോ, ഈ മേഖലയിൽ ഇങ്ങനെ നടക്കുന്നത് ഇവിടെ ഒന്നും സ്ത്രീകളില്ലാത്തത് കൊണ്ടാണ്. പ്രസാധകരായിട്ട് സ്ത്രീകളില്ല, കുറവാണ്. പിന്നെ എന്താ പറയാ, എഴുത്തുകാരുടെ മുൻനിരയിൽ നിൽക്കുന്ന സ്ത്രീകൾ കുറവാണ്. അപ്പൊ ഒരു കഥ പ്രസിദ്ധീകരിച്ച ഒരു മാഗസിനിൽ അയച്ച ഒരു സ്ത്രീയുടെ കഥ വരണമെങ്കിൽ ഒരു എഴുത്തുകാരന്റെ സപ്പോർട്ട് വേണം എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ സ്വമേധയാ അങ്ങനെ
പെട്ടുപോകുന്ന അവസ്ഥയും കൂടി ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം പറയുമ്പോഴേ ഈ പ്രസാധന മേഖലയിൽ ഒരുപാട് ചൂഷണങ്ങൾക്കിരയാവുന്നുണ്ട്. ഇപ്പോൾ മക്ബത്ത് പബ്ലിക്കേഷനിൽ ഒരു പുസ്തകം വരികയാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ അതിൽ ഉള്ള ഉള്ളടക്കത്തിൻ്റെ ക്വാളിറ്റി ആണോ നോക്കുക, അതോ അതിന് വേണ്ടിയിട്ട് ക്യാഷ് അവർ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ ക്യാഷ് എത്രയും ചിലവാക്കി പുസ്തകം ഞങ്ങൾ ഇറക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. എന്താണ് മെയിനായിട്ട് അതിൽ ശ്രദ്ധിക്കുക? കണ്ടന്റാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുള്ളത്. ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ പുസ്തകത്തിൽ വായനക്കാർക്ക് എങ്ങനെ അത് സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കവിതകളോ കഥകളോ നോവലോ ആണോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ പുതിയ കുറച്ച് ആളുകൾക്ക് അവസരം കൊടുക്കാറുണ്ട്. സ്ത്രീകൾക്ക് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ബെന്യാമിൻ്റെ ഒരു പുസ്തകം പ്രസാധകർക്ക് കിട്ടണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിനെ പോയി കണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് നമുക്കൊരു പുസ്തകം കിട്ടണം. വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാരൻ, അവരുടെ ഒരു പടം മതി, ഒരു പുസ്തകത്തിൻ്റെ ചട്ടയിലൊരു ചിത്രമുണ്ടെങ്കിൽ പോലും ആൾക്കാരെടുത്ത് വായിക്കും. പക്ഷെ പുതിയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ പുതിയ ആളുകളെ നല്ല എഴുത്തുകാരുണ്ടാവും. ഇപ്പോൾ കുറേ പുതിയ എഴുത്തുകാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പുതിയ എഴുത്തുകാരികളായ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എത്രത്തോളം ഇതൊരു ബിസിനസ് ആണല്ലോ. മാത്രമല്ല പ്രസാധന മേഖല എന്ന് പറയുന്നത് ഒരു വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ ഒരു പാഷൻ കൊണ്ട് ഇഷ്ടം കൊണ്ട് ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റൂ. ഇതിന് വലിയൊരു എമൗണ്ട് ഉണ്ടാക്കി നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും വൻകിട പ്രസാധകരായിട്ട് DCA പോലെയൊക്കെ മൂലധനമുള്ള ഒരു സ്ഥാപനമായിരിക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം ചെയ്യാറുണ്ട്. ഒരുപാട് സ്ത്രീകളുടെ പുസ്തകം മക്ബത്തിലൂടെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് പുതു എഴുത്തുകാരികളുടെ. അതുപോലെ തന്നെ ഈ പ്രസാധന മേഖലയിൽ മറ്റൊരു സംഭവം കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മുൻകൈ എടുക്കുകയും എന്നിട്ട് പിന്നെ അവരുടെ അടുത്ത് നിന്ന് കുറേ കാശ് മേടിക്കുകയും പിന്നീട് അത് പകുതിക്ക് വെച്ച് നിർത്തിപ്പോവുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ പ്രസിദ്ധീകരിച്ച് ഇവർ തന്നെ ഒരു മത്സരത്തിന് ഒന്നും വെക്കാതെ അവാർഡുകൾ, അതും വളരെ മഹത്തുക്കളായിട്ടുള്ള ആളുകളുടെ പേരിൽ അവാർഡുകൾ നൽകുന്നത്, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈ പ്രസാധന മേഖലയിൽ കടിഞ്ഞാണിടാൻ ആരുമില്ല. ഓരോ പ്രസാധകരും ഓരോ രീതിയിലുള്ള പ്രിന്റിംഗ് കോസ്റ്റാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങുക. അപ്പം നമ്മൾ DCയിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ പൈസ ഇല്ലാതെ പ്രസിദ്ധീകരിക്കുന്ന ഒരു തോന്നൽ നമ്മുടെ വായനക്കാർക്കുണ്ട്. പക്ഷെ അല്ല, DC ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും ഒക്കെ പൈസ വാങ്ങിയിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കാറുണ്ട്. അവർ വാങ്ങുന്ന പൈസ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും. അവരുടെ ഗുഡ്വില്ലും ഇതൊക്കെ അനുസരിച്ച് അത്രയും വലിയ പബ്ലിക്കേഷൻസിൽ പുസ്തകം ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് റോയൽറ്റി കൊടുക്കും. പിന്നെ ഇത്ര പുസ്തകം പ്രിന്റ് ചെയ്തിട്ട് ഇത്ര കോപ്പി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഈ മേഖലയിൽ. ഇതിന് ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രിന്റിംഗ് കോസ്റ്റ് ഇത്ര പേജ് പുസ്തകത്തിന് ഇത്ര പൈസയെ വാങ്ങാവൂ, അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടും ഇതിന്റെ ഉള്ളിൽ നിയമമില്ല. അത് ആർക്കെന്തും വാങ്ങാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ആ പ്രസാധനശാലയിൽ നിങ്ങൾക്ക് പുസ്തകം ചെയ്യാം എന്നുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ സാഹിത്യ അക്കാദമിയുടെ ഗവൺമെന്റിൻ്റെതാണല്ലോ സാഹിത്യ അക്കാദമിയുടെ ഫെസ്റ്റ്, ഞാൻ പ്രസാധകരുടെ ഒരു ചർച്ചയുള്ളപ്പോൾ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. കാരണം പ്രിന്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ പുസ്തകം ചെയ്യുന്നത് പല പബ്ലിക്കേഷൻസിൽ പോകുമ്പോൾ പല റേറ്റാണ്. അപ്പം അതിനൊക്കെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഒരു കൂട്ടായ്മയൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പം എന്താ പറയാ, അവർ തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ട് നിർത്തുന്ന ആളുകൾ, എഴുത്തുകാർ വഞ്ചിക്കപ്പെടും. അവരുടെ പുസ്തകം ഒരു സൃഷ്ടി ഉണ്ടാവുക എന്ന് പറയുന്നത്, ഒരു എഴുത്തുകാരി കൂടി ആയതുകൊണ്ട് എനിക്കറിയാം അതിന് ഒരുപാട് സമയമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയാണ്. അപ്പം അതങ്ങനെ നശിച്ചു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഓരോ പുസ്തകവും ഓരോ സൃഷ്ടിയും. അപ്പം അത് നശിച്ചു പോകുമ്പോൾ എഴുത്തുകാരന് സ്വാഭാവികമായിട്ട് നല്ല വിഷമം ഉണ്ടാവും. മാക്സിമം എഴുത്തുകാരൻ്റെ ഒപ്പം നിൽക്കുന്ന പ്രസാധകർ കുറവാണ്. അങ്ങനെയുള്ള ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് ലഘൂകരിച്ച് ഒരേ ഓർഡറിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷഹനാസിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആളുകളെ ഒരു ബോധവൽക്കരിക്കാൻ പറ്റിയ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. ഇത്തരം ഒരു മേഖലകളുടെ ചതിക്കുഴികളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതൊക്കെ നന്നായിരിക്കും. പക്ഷേ ഈ വൻകിട പ്രസാധകർ നിൽക്കുന്നിടത്ത് തന്നെ ഒരു പ്രസാധക എന്ന രീതിയിൽ, ഒരു വനിത എന്ന രീതിയിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, വെല്ലുവിളികളുണ്ട്.
മനസ്സിലുണ്ട്. അപ്പോൾ ഞാനിതിലൊരു ഇത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് സാംസ്കാരിക മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇനിയും അവസരം കിട്ടിയാൽ സൂചിപ്പിക്കും. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി നമ്മളുടെ ഒരു ശ്രമം ഉണ്ടാവും എന്തായാലും. അതെ, അതുപോലെ തന്നെ ഷഹനാസ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ന് ഈ നിൽക്കുന്ന പൊസിഷനിൽ എത്തിയതും അതുവരെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഷഹനാസിൻ്റെ ഓരോ എഴുത്തുകൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. കുറേ കാലം ഉമ്മ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഉമ്മ പ്രവാസിയായിരുന്നു അല്ലേ? ഇപ്പം അടുത്തുപോലെ ആടുജീവിതം വന്നപ്പോഴും ഷഹനാസ് അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ള ജീവിതം? എങ്ങനെയായിരുന്നു? എന്തൊക്കെ ജീവിതത്തിൽ ഇപ്പൊ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് സംസാരിക്കുമ്പം എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയതൊക്കെ ബോണസ് ആണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ വളർന്നു വന്ന ചുറ്റുപാടിൽ നിന്ന് എനിക്കിങ്ങനെ ഇവിടെ വന്നിരുന്നിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളല്ല ഞാൻ. ഒരു സാധാരണ മുസ്ലിം ഫാമിലിയിൽ ജീവിച്ച ആളാണ്. 10ാം ക്ലാസ് വരെ മാത്രമേ പഠിപ്പിക്കൂ, അത് കഴിഞ്ഞാൽ തുന്നൽ അങ്ങനെ എന്തെങ്കിലും തയ്യൽ പഠിക്കാമെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഉള്ള ധൈര്യം എന്ന് പറയുന്നത്, എൻ്റെ ഉമ്മ ഒരു പ്രവാസിയായിരുന്നു. ഉമ്മ ഒരു വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഞാൻ ഉമ്മേനെ ആലോചിക്കും. കാരണം ഉമ്മ ഞങ്ങൾ പെൺകുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വ്യക്തി ഗൾഫിൽ പോയി ഞങ്ങളെ നോക്കിയിട്ടുണ്ട്. അപ്പം അത് ഒരു ധൈര്യമാണ്, ഒരു സ്ത്രീയുടെ ധൈര്യമാണ്. അന്നത്തെ കാലത്ത് ഒന്ന് ആലോചിക്കണം. ഇപ്പോൾ നേരത്തെ സംസാരിച്ചതിൽ ഇങ്ങനെ പറഞ്ഞു, റെക്കോർഡ് ചെയ്തിട്ട് ശബ്ദം കേൾക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും വിളിക്കാൻ പറ്റുള്ളൂ. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ഉമ്മ വിളിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉമ്മ എടുത്തൊരു ധൈര്യമുണ്ട്. ഇന്ന് നമുക്ക് നേരിട്ട് കാണാനുള്ള, ഫോണിൽ കണ്ട് സംസാരിക്കാനുള്ള. ഇപ്പം ഇന്ന് ഞാൻ ഒരു പ്രവാസിയായിട്ട് ഷാർജയിൽ ഒരു പ്രസാധനശാല തുടങ്ങിയ ഒരാളാണ്. അപ്പം ഞാൻ വിചാരിക്കും എപ്പോഴും, ഇന്ന് തന്നെ നമുക്കൊരു എയർപോർട്ടിലേക്ക് കയറിയാൽ ഫ്ലൈറ്റിൽ കയറുന്നവരെ നമുക്ക് കുറേ ടെൻഷനാണ്. ഇതെവിടെ കാണിക്കും, ഇതെവിടെ കാണിക്കും എന്നൊക്കെ ആലോചിക്കും. എഡ്യൂക്കേറ്റഡ്, നമുക്ക് സംസാരിക്കാൻ അറിയാം, ഒക്കെ അറിയാം, എന്നാലും നമ്മുടെ ഉള്ളിലൊരു പേടിയുണ്ട്. അപ്പം അന്നത്തെ ആ കാലത്ത് എൻ്റെ ഉമ്മയൊക്കെ എൻ്റെ ഉമ്മ എന്ന് മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ അന്ന് പ്രവാസികളായി കുടുംബം നോക്കിയ സ്ത്രീകളുണ്ട്, മുസ്ലിം സ്ത്രീകൾ ഇഷ്ടം പോലെ. തീർച്ചയായിട്ടും. അപ്പം അവരെടുത്ത ധൈര്യമുണ്ട്. അതെന്തുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് എൻ്റെ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പം ഉമ്മയാണ് എപ്പോഴും പോസിറ്റീവായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാൾ. എപ്പോഴും വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞു. വളരെ ചെറുപ്പത്തിൽ കല്യാണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഏർലി മാരേജ് നടക്കാൻ കാരണം? എൻ്റെ ഫാമിലിയിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ ഉള്ള ഒരു പ്രശ്നവും അവർ വേർപെട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടും ഒക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു അരക്ഷിതാവസ്ഥ നമുക്കുണ്ടാവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പം ചിലപ്പം അങ്ങനത്തെ ഒരു രീതി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായത് മകള് പ്ലസ് ടു ഡിഗ്രി PG BEd ഒക്കെ ഞാൻ പഠിച്ചത്. ഞാൻ ഒരുപക്ഷെ എൻ്റെ മകളുടെ കൂടെ പഠിച്ച് വന്ന ആളാണ്. അവളിപ്പോൾ MBBS KMCT മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അപ്പോൾ അവളോടൊപ്പം തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം ഞാൻ അവളോട് പറയും, ഞാൻ നിൻ്റെ ഒപ്പം തന്നെ പഠിച്ച് വളർന്ന ഒരാളാണ്, നീ വലിയ ആളായിട്ടൊന്നും കാണണ്ട എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്കൊരു സുഹൃത്തായിട്ട് എൻ്റെ മകളുണ്ട്. തീർച്ചയായും. നമ്മളോടൊപ്പം എത്തി നിൽക്കുന്ന മക്കൾ എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പഠനം, കുട്ടികളുടെ പഠനം, എൻ്റെ പഠനം, പഠിക്കാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എന്നെ പഠിക്കാൻ പോകണമെന്ന് നിർബന്ധിക്കുന്ന ഒരു ഭർത്താവൊന്നും ആയിരുന്നില്ല. എൻ്റെ ആഗ്രഹം കൊണ്ടാണ്. അത് ചോദിക്കാൻ വരെയായിരുന്നു ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട്. കാരണം ഒരുപാട് മേഖല കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഷഹനാസ്. നമ്മളെപ്പോഴും അധികം വീട്ടിലായിരിക്കില്ല, ഔട്ട്സൈഡ് ആയിരിക്കും, പുറത്തായിരിക്കും. ആളുകളുമായിട്ടുള്ള ഒരു സഹവാസമാണ് നമുക്കൊരു എന്താ പറയുക, സാമൂഹ്യ ജീവിയാണ് ഷഹനാസ്. അപ്പോൾ എങ്ങനെയാണ് പുള്ളിയുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും? പുള്ളി ഡോക്ടറാണ്. ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ് ആണ്. മലപ്പുറം അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. സാധാരണ ഒരു ഫാമിലിയിൽ തന്നെ ഉള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. സാഹിത്യ മേഖലയൊന്നും ഒട്ടും അറിയാത്ത വ്യക്തിയാണ്.
ഒരു പഠിക്കുന്ന പുസ്തകം അല്ലാതെ ഒരു കഥ പോലും എൻ്റെ പുസ്തകം പോലും വായിച്ചിട്ടില്ല. അപ്പോൾ സാഹിത്യ മേഖലയെ ഒട്ടും അറിയാത്ത ഒരാളായിരുന്നു. ഈ മേഖല ഇഷ്ടമില്ലാത്ത ആളുമായിരുന്നു. ഞാനൊരു കഥ എഴുതുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒളിച്ചു വെച്ചാണ് എഴുതിയിട്ടുള്ളത്. ഫേസ്ബുക്കിലൊക്കെ ഞാൻ കഥ എഴുതിയിട്ടുള്ളതൊക്കെ ആരും കാണാതെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കോഴിക്കോട് ഉണ്ട് എന്ന് പോലും അദ്ദേഹം അറിയുന്നത്. KP കേശവമേനോൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ പുസ്തക പ്രകാശനം. ആ സമയത്താണ് അദ്ദേഹം, അവരൊക്കെ ഒരു ഗവൺമെൻറ് ജീവനക്കാരായിട്ട് ജീവിച്ച് വളർന്ന, അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പം എന്നോടും അങ്ങനെയാണ് പറയുക, PSC പഠിക്കുക, വെറുതെ ഇരുന്ന് ഇതെഴുതി സമയം കളയല്ലേ എന്ന് പറഞ്ഞിരുന്ന ആള് ഇപ്പം നീ ഒരു കഥ എഴുതിക്കോ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ ഈ മേഖലയിലെ ഏത് പരിപാടിക്ക് പോകുമ്പോഴും ഞാൻ കൊണ്ടുപോകും. എൻ്റെ മകളെയൊക്കെ ഞാൻ കൊണ്ടുപോകും. ഇതെന്താണ് എന്ന് അവർക്കൊക്കെ മനസ്സിലാകണം. ഇപ്പം നമ്മളൊരു ഒരു പുസ്തക പ്രകാശനത്തിന് പോയാൽ ഒരുപാട് സമയം നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും. ഓരോരുത്തരുടെ പ്രസംഗങ്ങൾ അതൊക്കെ കേൾക്കുക എന്ന് പറയുന്ന, നമ്മളെ സംബന്ധിച്ച് അതൊരു രസമാണ്, ഒരു ലഹരിയാണ്. അവരൊക്കെ ആളുകൾ വലിയ വലിയ എഴുത്തുകാർ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ. പക്ഷേ ഈ മേഖലയിൽ ഇല്ലാത്ത ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. എന്താ ഇത്രയും സമയം അവിടെ പോയിട്ട് ചെയ്യുന്നതെന്ന് അവർ ചിന്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുവരാറുണ്ട്. ഇവർക്കറിയാം, എല്ലാം ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ആദ്യമൊന്നും അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ഇപ്പം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരുന്ന ഒരാളാണ്. പുസ്തകം എഴുതാൻ പറയുന്നത്, നീ ഇത്രയും ലാഗ് ചെയ്യരുത് പുസ്തകം എഴുതാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോട്ടെ, നല്ല രൂപത്തിൽ. പിന്നെ അതുപോലെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇനി നമ്മുടെ സ്ത്രീകളുണ്ടല്ലോ, നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകൾ, അവർ ഈ പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? സ്ത്രീകൾ എന്നല്ല, പുരുഷന്മാരാണെങ്കിലും നമുക്ക് ആരും ഒരു സിംഹാസനമൊന്നും വലിച്ചിട്ട് തരില്ല. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും എല്ലാ മേഖലയിലും. പക്ഷേ സ്ത്രീകൾക്ക് അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. സ്ത്രീകളെ എപ്പോഴും സ്ത്രീകളുടെ രാഷ്ട്രീയം പറയുമ്പോൾ എപ്പോഴും ബോഡി പൊളിറ്റിക്സ് കൂടി പറയും. സ്ത്രീകളെ മോശപ്പെടുത്താൻ ഏറ്റവും ആളുകൾ യൂസ് ചെയ്യുന്നത് അവള് പിഴയാണ്, അവള് മോശമാണ് എന്ന് പറയുന്ന ഒരു രീതി. അത് പുരുഷന്മാർക്ക് കേൾക്കേണ്ട ഗതികേട് വരില്ല എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള ഒരു വ്യത്യാസം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മളെക്കുറിച്ച് ആളുകൾ പലതും പറയും. ആളുകളുടെ വാ മൂടി കെട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ ചോറും കറിയും വെച്ച് കുട്ടികളെ നോക്കിയിരുന്ന ആരും നമ്മളൊന്നും പറയില്ല. ചിലപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള കുറച്ച് ആളുകൾ എന്തെങ്കിലും പറഞ്ഞെങ്കിലേ ആയുള്ളൂ. പക്ഷെ അല്ലാതെ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കേണ്ടത്, സമൂഹത്തിൽ നിന്ന് നമുക്ക് എന്തും കേൾക്കാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകണം. നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ഏറ്റവും സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടൊക്കെ പോയാൽ ഈ ലോകം തന്നെ കൂടെ നിൽക്കുന്നുള്ളതിന്റെ തെളിവാണ് സത്യം പറഞ്ഞ പൗലോ കൊയ്ലോയുടെ ആ വേർഡ്സ് പോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രസാധന മേഖലയിലും ഇവിടെ ഒന്നും എന്താ പറയാ, ഞാൻ എവിടെയോ എത്തിയെന്നല്ല, ഇങ്ങനെ പോലും എത്താൻ എന്താ പറയാ നിയോഗമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിൽ അത്രയും വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ സ്ത്രീക്കായാലും പുരുഷനായാലും വരാൻ പറ്റും. സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതിനുള്ള ഒരു മാനസികമായ കരുത്ത്, ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തന്നെ നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായി ബോൾഡ്. ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ആർക്കും ബോൾഡ് ആവാൻ പറ്റില്ല. നമ്മൾ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാനസികമായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു പഴഞ്ചൊല്ല്. അപ്പൊ മാറി നിൽക്കാതെ എല്ലാ സ്ത്രീകളും മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കേണ്ടത് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരണം തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഷെഹനാസിൻ്റെ ഓരോ കാര്യങ്ങൾ പ്രസാധക എന്നുള്ള രൂപത്തിൽ, എഴുത്തുകാരി എന്നുള്ള രൂപത്തിൽ, കുടുംബം, സമൂഹം, ഇനി വരുന്നത് നമ്മൾ രാഷ്ട്രീയത്തിലേക്കാണ്. രാഷ്ട്രീയം പറയുമ്പോൾ ഷെഹനാസിൻ്റെതായ നിലപാടുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. എന്താണ് പറയാനുള്ളത്? ഞാനൊരു എഴുത്തുകാരിയാണ്, ഒരു പ്രസാധകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ അറിയാം, കോൺഗ്രസ്സുകാരിൽ എഴുത്തിൻ്റെ മേഖലയിലും പ്രസാധനത്തിൻ്റെ മേഖലയിലുമുള്ള ആളുകൾ, കലാകാരന്മാർ കുറവാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒരുപാട് കലാകാരന്മാരും എഴുത്തുകാരും അതുപോലെ പ്രസാധനശാലകളുമൊക്കെ നിരവധിയായിട്ടുണ്ട്.
സ്വാഭാവികമായിട്ട് അവർ നന്നായിട്ട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എഴുത്തുകാരെ ആണെങ്കിലും കലാകാരന്മാരൊക്കെ ആണെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പല എഴുത്തുകാരും സ്വന്തം രാഷ്ട്രീയം പറയാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും ഒരുപാട് സീനിയേഴ്സ് ആയിരിക്കും, അവർക്ക് രാഷ്ട്രീയം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു അനീതിക്കെതിരെ നിലപാടെടുക്കാനോ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പുതിയ എഴുത്തുകാരിയാണ്, തുടക്കക്കാരിയാണ്. പക്ഷെ എൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ് എന്ന് ഞാൻ ഉറച്ചു പറയുന്ന ഒരാളാണ്. ആ ഉറച്ചു പറയുന്നത് ചെറുപ്പം മുതലേ കോൺഗ്രസിനോടുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണത്? കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടുള്ള ആഭിമുഖ്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരു നീണ്ട വർഷക്കാലം അല്ലെങ്കിൽ ഞാൻ ഷഹനാസ് ആണെന്നോ അല്ലെങ്കിൽ താങ്കൾ എന്താ പറയുക അസ്നയാണെന്നോ നമ്മുടെ കൂട്ടുകാരി വല്ല ഷർണ അങ്ങനെ തുടങ്ങിയ ആരെങ്കിലും ആണെന്നോ ചിന്തിക്കേണ്ട ഒരു ഗതികേടൊന്നും നമുക്ക് വന്നിട്ടില്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നീണ്ട വർഷം ഈ ഇന്ത്യ ഭരിച്ചതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെയല്ല. എൻ്റെ കുടുംബത്തിലൊന്നും ആരും രാഷ്ട്രീയക്കാരില്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആളുകളില്ല. അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ഈ രാജ്യത്ത് അങ്ങനെ ഒരു മതത്തിൻ്റെ പേരിലോ ഒരു പേരിൻ്റെ പേരിലോ ഒരു ഭക്ഷണത്തിൻ്റെ പേരിലോ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിലോ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു ഭരണകൂടം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ പേര് കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട്, നമ്മൾ കഴിക്കുന്ന വസ്ത്രം കൊണ്ട്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം കൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ച് നമ്മളെ ഭരിക്കാൻ നിയോഗിച്ച ഭരണകൂടം ആ രീതിയിൽ നിൽക്കുന്നു. നമ്മളടക്കമുള്ള ആളുകൾ രാഷ്ട്രീയം പറയേണ്ട അവസ്ഥയുണ്ട്. അതാണ് രസം. നമ്മളാണ് തെരഞ്ഞെടുത്തത്, നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാൻ നിയോഗിച്ച ആളുകൾ, എന്നിട്ട് നമ്മൾ അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഈ കാലത്ത് ഉറപ്പായിട്ടും ഏതൊരു മനുഷ്യനും രാഷ്ട്രീയം പറയേണ്ട ആവശ്യമുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ മതം കൊണ്ട് മനുഷ്യനെ ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്നുള്ള ഒരു ചിന്ത ഒരു നീണ്ട 10 വർഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുഴുവൻ നിഗൂഢതകളാണ്. ഒരു വോട്ടിംഗ് സിസ്റ്റം ആണെങ്കിൽ നിഗൂഢതകൾ, അങ്ങനെ കുറേ പെട്ടെന്ന് മറിച്ചിടാൻ പറ്റുന്ന ഒരു ഭരണകൂടം. അപ്പം അതിനെതിരെ ഓരോരുത്തരും പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എപ്പോഴും സംഘപരിവാർ BJP രാഷ്ട്രീയത്തിനെതിരെ പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നതും. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ ഒരു മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർപെടുത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നു ഞാൻ ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ. ഇപ്പം പദവികളൊന്നുമില്ല, രാഷ്ട്രീയം പറയുന്നു, പ്രവർത്തിക്കുന്നു, കൂടെ പ്രവർത്തിച്ചു പോകുന്നു അല്ലേ? എങ്ങനെയാ മുതിർന്ന നേതാക്കളൊക്കെ ആയിട്ട് വല്ല നല്ല ബന്ധത്തിലാണോ? അതോ? തീർച്ചയായിട്ടും നമുക്കിപ്പോൾ രാഷ്ട്രീയ പദവികൾ, ഞാൻ KPCC കോർഡിനേറ്റർ ആയിരുന്നു. KPCCയുടെ സാഹിത്യ മേഖലയുമായി കണക്ട് ചെയ്തിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. AICC സെക്രട്ടറി PV മോഹൻ സാറിൻ്റെ കൂടെയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പദവികളിലൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന നേതാക്കന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരിയായ എന്നെ കമ്മ്യൂണിസ്റ്റുകാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ എഴുത്തിൻ്റെ ബെന്യാമിൻ നിങ്ങൾക്കറിയാം, എഴുത്തുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം എനിക്ക് പുസ്തകം തന്നിട്ടുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് എന്നുള്ളത് കൊണ്ട് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. ഡോക്ടർ B. ഇക്ബാൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എനിക്ക് തന്നിട്ടുണ്ട്. അതെ. ഇപ്പോൾ സാഹിത്യ അക്കാദമി, ഗവൺമെൻറ്റിൻ്റെ സാഹിത്യ അക്കാദമി ഇവിടെ തൃശ്ശൂരിൽ ഒരു സാഹിത്യ ഫെസ്റ്റ് നടത്തിയപ്പോൾ എന്നെ അതിഥിയായിട്ട് വിളിച്ചിട്ടുണ്ട്. DYFI കൊച്ചിയിൽ ഒരു സാഹിത്യ ഫെസ്റ്റ് നടത്തിയപ്പോൾ ഒരു പരിപാടിയിൽ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അഭിമാനമാണ്. കാരണം കോൺഗ്രസ്സുകാരിയായിട്ട് എന്നെ പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കാം അതിനെല്ലാം. എന്നെ പരിഗണിച്ചിട്ടുണ്ട്, എനിക്ക് പ്രോത്സാഹനം തന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പം അതുകൊണ്ട് അത് പറയാതിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പം ഞാൻ സാഹിത്യ അക്കാദമിയിൽ ഈ പറഞ്ഞ എഴുത്തുകാരനെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ച സമയത്ത് ഒരു ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് അതിൻ്റെ മറുപടി വന്നു. പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തു.
പറയാനും പിന്നെ എനിക്ക് ഒരു ധൈര്യം മടിയില്ല. കാണിച്ചു. അതെ, അതെ. അതെ അതെ. ഇപ്പൊ അതായത് സ്വന്തം പാർട്ടിയോട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അതിഥിയായി വിളിക്കരുത് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അതെന്താണെന്ന് അറിയോ? കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരുപാട് സ്ത്രീകളുടെ ഒരു നാവായിട്ടാണ്. അപ്പം മീറ്റു എന്ന് പറയുന്നത് എന്നും സ്ത്രീകൾക്ക് അവരനുഭവിച്ച പ്രശ്നങ്ങളെ തുറന്നു പറയാനുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇങ്ങനെ ഒരു ആരോപിതനായി കേസ് നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, ഒരു ചടങ്ങിൽ കൊണ്ടുവന്ന് ആഘോഷമാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇരയായ ഞാനും അല്ലെങ്കിൽ ഇനി അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നുന്ന സ്ത്രീകൾക്കും പറയാൻ പറ്റില്ല. അപ്പം അത് എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ പോലും ഞാൻ പ്രതികരിക്കേണ്ടതുണ്ട്. മക്ബത്തിന്റെ ഒരു പ്രസാധന മേഖല അങ്ങ് ഷാർജയിൽ വരെ അല്ലേ വികസിപ്പിച്ചെടുത്തു. അത് വലിയൊരു നേട്ടമാണ്. എന്തായിരുന്നു അനുഭവം? അവിടുത്തെ ആളുകളുടെ ഒരു നമ്മളോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ മാക്ബത്ത് പബ്ലിക്കേഷൻ തുടങ്ങിയ ഒരു 4 മാസമായപ്പം ആദ്യം പങ്കെടുത്ത ഫെസ്റ്റ് എന്ന് പറയുന്നത് ഷാർജ പുസ്തകോത്സവമായിരുന്നു. ഒരു 25 ബുക്സ് അന്ന് അവിടുന്ന് പ്രകാശനം ചെയ്തു. അതിൽ സുഭാഷ് ചന്ദ്രനെയും ഇന്ദുമേനോനെയും ഞാൻ മാക്ബത്തിൻ്റെ അതിഥിയായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ ഉണ്ട് അവിടെയുള്ള മലയാളികളുടെ ഇടയിൽ നിന്ന്. ഒരു 10ഓളം പബ്ലിക്കേഷൻസിൻ്റെ പേര് പറയുകയാണെങ്കിൽ തുടക്കം മാത്രമുള്ള എൻ്റെ പബ്ലിക്കേഷൻസിൻ്റെ പേരെടുത്ത് പറഞ്ഞ് നൽകിയൊരു പ്രോത്സാഹനം ആണ് എന്നെ സംബന്ധിച്ച് ഷാർജ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രസാധനശാല തുടങ്ങാനുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കിയത്. ഇപ്പം അവിടെ ഞാൻ പബ്ലിക്കേഷൻ തുടങ്ങിയിട്ട് ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് പോയി അവിടെ കാര്യങ്ങൾ ചെയ്യും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രവാസത്തിലൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ ഇവിടത്തേക്കാൾ കൂടുതൽ ആക്റ്റീവായൊരു സാഹിത്യ മേഖല അവിടെ ഉള്ളത്. കാരണം നമുക്ക് എന്തും നഷ്ടമാവുമ്പോഴാണ് നമുക്കത് ഒരുപാട് പ്രിയപ്പെട്ടതായി മാറുക. നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ സാഹിത്യമൊക്കെ നഷ്ടപ്പെടുമ്പോൾ അതിനോട് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു പറ്റം മലയാളികൾ സാഹിത്യത്തെ വളരെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, എഴുത്തുകാരുണ്ട്. അവരൊന്നും സ്നേഹിക്കുന്നത് പോലെ മക്കളെ എഴുതിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ മക്കളെ വായിപ്പിക്കുന്ന പോലെ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരത്രയും പരിശ്രമിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ ഉണ്ട്. എന്താവും അറിയില്ല, ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നല്ല വളർച്ച തന്നെ ഉണ്ടാവട്ടെ നമ്മുടെ കേരളത്തിലും അവിടെയും. ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ മക്ബത്തിന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരുപാട് സമയമായി ഇപ്പോൾ എനിക്ക് തോന്നുന്ന കുറേ വിശേഷങ്ങൾ നമ്മൾ പങ്കുവച്ചു. വളരെ സന്തോഷം. നന്ദി. താങ്ക് യു.